നമസ്കാരം, ഞാൻ ഡോക്ടർ കോശി പണിക്കർ, SUT ഹോസ്പിറ്റൽ പട്ടം കൺസൾട്ടൻറ്റ് ജനറൽ സർജനാണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ലേസർ ഇൻ പ്രോക്ടോളജിയെ കുറിച്ചാണ്. അതായത് പ്രോക്ടോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി 4 അസുഖങ്ങളെയാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഒന്ന് പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സ്, 2 ഫിഷർ ഇൻ നേനോ, 3 ഫിസ്റ്റുല ഇൻ നേനോ, 4 പൈലോനിഡൽ സൈനസ്. ഇതിൽ നമ്മൾ ഒന്നേന്ന് വരാം. നമ്മൾ പൈൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് മോഷൻ പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഏനൽ കുഷ്യൻസ്, അതായത് നോർമൽ നമ്മുടെ ഈ കോണ്ടിനൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കുഷ്യൻസ് ഉണ്ട്, ഏനൽ കുഷ്യൻസ്. അത് താഴേക്ക് തള്ളി വരികയും അത് ബ്ലീഡിങ് ഉണ്ടാവുകയും അൾസർ ആവുകയും എല്ലാം ചെയ്യുന്ന ഒരു അസുഖമാണ് ഈ പൈൽസ് എന്ന് പറയുന്നത്. പണ്ട് നമ്മൾ അതിന് മലദ്വാരം അതുവഴി ഈ പൈൽസ്, അതായത് താഴോട്ടിറങ്ങി വന്ന ആ ഒരു മാസിനെ കെട്ടി അത് കട്ട് ചെയ്ത് കളയുക എന്നുള്ള ഒരു ചികിത്സയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഏനൽ കുഷ്യൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിനായിട്ട് കോണ്ടിനൻസ്, അതായത് നമ്മൾ മോഷൻ പോവാതെ പിടിച്ചു വെക്കുന്ന ആ ഒരു ഫങ്ഷന് 20% വരെ സഹായിക്കുന്ന ഒരു കുഷ്യൻസാണ് ഈ ഏനൽ കുഷ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു തിയറി മാറിയിട്ടിപ്പം നമ്മൾ ലേസർ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതായത് പഴയ കൺവെൻഷണൽ സർജറീസിൻ്റെ വേദനയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഹോസ്പിറ്റൽ സ്റ്റേയിൽ സർജറി ചെയ്ത് അടുത്ത ദിവസം തന്നെ ഡിസ്ചാർജ് ആവുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ്. അതായത് നമ്മുടെ ഡയോഡ് ലേസർ രശ്മികൾ കൊണ്ട് ആ പൈൽ മാസിനെ ചുരുക്കുകയും അതിനെ ഇല്ലാണ്ടാക്കുകയും ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് നമ്മൾ ലേസറിലൂടെ ചെയ്യുന്നത്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷർ ഇൻ നേനോ. അതായത് നമ്മൾ മോഷൻ സ്ട്രെയിൻ ചെയ്ത് പോകുമ്പോഴത്തേക്ക് അവിടെ മുറിവുകൾ ഉണ്ടാവുകയും എരിച്ചിൽ, വേദന, അങ്ങനെ മോഷൻ പോയതിന് ശേഷം തുള്ളിയായിട്ട് രക്തം വരിക എന്നുള്ളതാണ് ഫിഷറിൻ്റെ സിംറ്റംസ് ആയിട്ട് മിക്ക രോഗികളും പറയുന്നത്. അവർ ഇത് പൈൽസ് എന്നുള്ള രീതിയിലാണ് ഹോസ്പിറ്റലിൽ മെയിനായിട്ട് വരിക. പക്ഷേ അത് പൈൽസ് അല്ല, ഫിഷറാണ്. അതായത് നമ്മുടെ ഈ കോണ്ടിനൻസിന് വേണ്ടിയുള്ള ഒരു മസിലിൻ്റെ സ്പാസം വന്നിട്ടാണ് നമ്മളത് ഫിഷർ ആവുക. അപ്പോൾ നമ്മൾ അതിനെ പണ്ട് ഈ മസിലിനെ കട്ട് ചെയ്ത് വിടുക, ചെറിയ മുറിവുണ്ടാക്കി കട്ട് ചെയ്ത് വിടുക എന്നുള്ള ഓപ്പറേഷനാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ ആ മസിലിൻ്റെ സ്പാസം, അതായത് ആ ഒരു കൂടിയിരിക്കുന്ന മസിലിനെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ സ്പാസം റിലീവ് ചെയ്ത് ലേസർ വെച്ച് അത് സ്പാസം റിലീവ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നല്ല ഫലപ്രദമായ ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് ഈ ലേസർ കൊണ്ട്. അടുത്ത ഫിസ്റ്റുല ഇൻ നേനോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലദ്വാരത്തിൻ്റെ സൈഡിലായിട്ട് ഒരു പഴുപ്പ് പോലെ വന്ന് പൊട്ടുകയും അത് ശരിയായി ഉണങ്ങാതെ അതൊരു പാത പോലെ മലദ്വാരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു അസുഖമാണ് ഈ ഫിസ്റ്റുല ഇൻ നേനോ എന്ന് പറയുന്നത്. അത് മരുന്ന് കൊണ്ട് ഒരു ശാശ്വത പരിഹാരമല്ല. അത് ആ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്ത് ആ ട്രാക്റ്റ് ഡോർമൻ്റ് ആയിട്ടിരിക്കുകയും വീണ്ടും ഒരു ഇൻഫെക്ഷൻ വരുമ്പം വീണ്ടും ഈ ഒരു പസ് ഡിസ്ചാർജും അല്ലെങ്കിൽ മോഷൻ ആ ഒരു ഹോൾ വഴി വെളിയിലേക്ക് വരിക എന്നുള്ള ഒരു റെക്കറൻറ്റ് സിംറ്റംസ് നമുക്ക് ഫിസ്റ്റുല ഇൻ നേനോ എന്ന് പറയുന്ന അസുഖത്തിന് ഉണ്ടാവാം. പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഈ ട്രാക്റ്റ് വലിയ മുറിവുകളുണ്ടാക്കി അങ്ങ് മലദ്വാരം വരെ പോയി അത് കട്ട് ചെയ്ത് കളയുക എന്നുള്ളതാണ്. അത് ഒരുപാട് നാളത്തെ ഹോസ്പിറ്റൽ സ്റ്റേയും ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ലെങ്തിയർ ട്രീറ്റ്മെൻറ്റുമാണ്. പേഷ്യൻസിന് നല്ല വേദനയും ഒരുപാട് നാൾ ഹോസ്പിറ്റലിൽ കിടക്കേണ്ട അവസ്ഥയെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേസർ രശ്മികൾ കൊണ്ട് ആ പാത അങ്ങ് അബലേറ്റ് ചെയ്ത് കളഞ്ഞ് അത് ഉണക്കിയെടുക്കുക എന്നുള്ള ട്രീറ്റ്മെൻറ്റാണ്. ഇതും ഒരു ദിവസം കൊണ്ട് ചെയ്ത് ഹോസ്പിറ്റലിൽ വന്ന് ചെയ്ത് അടുത്ത ദിവസം തന്നെ ഡിസ്ചാർജായി പോകാവുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈലോണിഡൽ സൈനസ്. അതായത് നമ്മുടെ ബാക്കിൻ്റെ തുടങ്ങുന്ന ഭാഗത്തായിട്ട് രോമങ്ങളുണ്ട്. ആ രോമങ്ങൾ പ്രഷർ കാരണം ഉള്ളിലേക്ക് വളരുകയും അകത്തൊരു സൈനസ് ട്രാക്റ്റ് പോലെയായി പഴുപ്പ് വെക്കുകയും റെക്കറൻ്റായിട്ട് അത് ഇരിക്കാനും ബുദ്ധിമുട്ടെല്ലാം ഉണ്ടായി റെക്കറൻറ്റ് ഇൻഫെക്ഷൻസ് വരുന്ന ഒരു അസുഖമാണ് ഈ പൈലോണിഡൽ സൈനസ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഫ്ലാപ്പ് കവർ, അതായത് അവിടെ അത്രയും ഭാഗം എടുത്ത് കളഞ്ഞിട്ട് ഒരു ഫ്ലാപ്പ് വെച്ച് തയ്ക്കുക എന്നുള്ളതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതും വലിയൊരു ലെങ്തിയർ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ഇപ്പോൾ നമുക്ക് അതിനും ഈ ഒരു പിറ്റ്സ് ക്ലിയർ ചെയ്ത് ലേസർ രശ്മികൾ കൊണ്ട്
ഇതിനെ പൂർണ്ണമായി കരിച്ചു കളയാമെന്നുള്ള ഒരു ഓപ്ഷനാണ് ലേസർ കൊണ്ട്. അപ്പോൾ ഈ 4 അസുഖങ്ങളാണ് നമ്മൾ ലേസർ പ്രോക്ടോളജിയിൽ ട്രീറ്റ് ചെയ്യുന്നത്. അതായത് പൈൽസ്, ഫിഷർ, ഫിഷ്ലൈനേനോ, പൈലോനഡൽസൈനസ്. ഈ ഫിഷറിനേനോട് ആരംഭത്തിലാണ് ഈ പേഷ്യൻസ് അത് മാറും എന്നുള്ള കരുതി വീണ്ടും വീണ്ടും ചികിത്സിക്കാതെ അവരുടെ ബുദ്ധിമുട്ട് വെളിയിൽ പറയാനുള്ള ബുദ്ധിമുട്ട് കാരണം അവർ ഹോസ്പിറ്റലിൽ ഒരു സഹായം തേടാതെ സ്വന്തമായി ഓയിൻമെൻറ്റും കാര്യങ്ങളും എല്ലാം വെച്ച് ട്രീറ്റ് ചെയ്ത് അവസാനം അതൊരു പൈൽസ് ആയതിനു ശേഷമാണ് മിക്ക പേഷ്യൻസും ഹോസ്പിറ്റലിലേക്ക് വരിക. അപ്പോൾ നമ്മൾ സ്വയം ചികിത്സിക്കാതെ നമ്മൾ ആദ്യമേ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു വിദഗ്ധ വൈദ്യസഹായം തേടുക. അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മെഡിസിൻസും കാര്യങ്ങളും കൊണ്ട് നിർത്താവുന്നതാണെങ്കിൽ അത് ഏർലി ട്രീറ്റ് ചെയ്യുക. നമ്മൾ സ്വന്തമായി ചെയ്ത് അത് അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകാതെ നോക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കൂടുതലായിട്ട് അറിയേണ്ടതായിട്ടുണ്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ ക്വസ്റ്റ്യനായിട്ട് ഷെയർ ചെയ്യുക. നമ്മളതിനെ ആൻസർ ചെയ്യുന്നതായിരിക്കും. ഇല്ലെങ്കിൽ SUT പട്ടം ഹോസ്പിറ്റലിൽ വരിക, നമുക്കത് നോക്കാവുന്നതാണ്. താങ്ക് യു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.